ചായക്കടകളിലൊക്കെ കിട്ടുന്ന സുഗിയന്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. 1/2 കപ്പ് ചെറുപയർ നന്നായി കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് ഞാൻ സോക്ക് ചെയ്യാത്ത ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ചെറുപയറിലേക്ക് 1/2 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വെള്ളവും ഒരല്പം ഉപ്പും ചേർത്ത് ഒരു 7 വിസിൽ കുക്ക് ചെയ്തെടുക്കുക. 1/2 കപ്പ് ചിരകിയ തേങ്ങയും 1/2 കപ്പ് ശർക്കരയും എടുത്തിട്ടുണ്ട്. 4-5 ഏലക്കയും 1/2 ടീസ്പൂൺ ജീരകവും ചതച്ചതും കൂടെ നമുക്ക് വേണം. ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയിൽ കല്ലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ഉപയോഗിക്കുകയാണ്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കരയൊന്ന് നന്നായി ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ഏലക്കയും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുപയറിൻ്റെ വേവ് ഒരു 5 വിസിൽ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ 2 വിസിലും കൂടെ വേവിച്ചെടുക്കുക. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ശർക്കര പാനിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ട് കിട്ടുന്നത്. തവി കൊണ്ടൊന്ന് ഉടച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡിപ്പ് ചെയ്യാനുള്ള ബാറ്ററിന് വേണ്ടി 1/2 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ അരിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒരു തിക്ക് ബാറ്ററായിട്ട് എടുക്കണം. അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് അതിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കാം. തിരിച്ചും മറിച്ചു വിട്ട് അല്പനേരം കുക്ക് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് സുഗിയൻ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.